ആ അമ്മ ഇവിടെ വന്നിരിക്കണോ? പിന്നെ എവിടെ ചെന്നിരിക്കണം? അയ്യോ ചായ ഉണ്ടാക്കണ്ടേ? ചായ ഉണ്ടാക്കണം. ഉണ്ടാക്ക്. ചായ ഉണ്ടാക്കമ്മ. എടാ നിനക്ക് ചായ ഉണ്ടാക്കി തരാനാണ് ഒരു പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്നത്. അവൾക്ക് അതിന്റെ ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ നീ ചായ കുടിക്കണ്ട. അവള് കല്യാണത്തിന് പോയില്ലേ? കല്യാണത്തിന് പോയി. എടാ പെൺപിള്ളേരെ കല്യാണത്തിന് പോണതിന് മുമ്പ് വീട്ടിലെ ആളുകളുണ്ടെങ്കിൽ ചായ ഉണ്ടാക്കി വെച്ചിട്ട് ചേട്ടാ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അമ്മയെ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുടിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് പോണത് സാധാരണ. എന്നെ കല്യാണത്തിന് വിളിച്ചില്ല, അത് പോട്ട്. എടാ പോകുമ്പോ ഒരു വാക്ക് പറഞ്ഞിട്ട് പോണ്ടേ, നല്ല വാക്ക്. അപ്പൊ കല്യാണത്തിന് അമ്മ ചെല്ലുന്നില്ല എന്നുള്ള ആദ്യം പറഞ്ഞാണല്ലോ. നമ്മുടെ കാലുമുട്ട് വേദന, കൈമുട്ട് വേദന, അപ്പൊ അതിന്റെ തൈലം കുഴമ്പോ കൊണ്ടുവന്നിട്ട് ഉഴിഞ്ഞോണ്ടിരിക്കായിരുന്നില്ലേ? അത് 2-3 ദിവസം ആയില്ലേ. ആജീവനാന്തായാലും ഞാൻ ഇങ്ങനെ മുട്ടുവേദനായിട്ടിരിക്കുമെന്നാണ് നിങ്ങളുടെ വിചാരം. അതാണ് നിങ്ങളുടെ പ്രാർത്ഥന എന്ന് എനിക്കറിയാം. അതൊക്കെ പോട്ട്. ഇന്നലെ കഴിച്ച ആഹാരത്തിന്റെ പാത്രങ്ങളൊക്കെ അവിടെ വെച്ചിട്ടാണ് അവള് പോയത്. അലങ്കോലമായിട്ട് വാരി കിടക്കുന്നത്. ഞാൻ അടുക്കള കേട്ട് നോക്ക്. അത് ഞാൻ കഴിക്കോളാം, അത് കുഴപ്പമൊന്നുമില്ല. എടാ പെങ്കോന്ത, എടാ നീ കവിയുടെ മോനാണെന്ന് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാ. അമ്മ ചായ ഇരിപ്പുണ്ടോ? ചായ ഇരിപ്പൂല, കിടപ്പുണ്ട്. ഒന്നുമില്ലാന്ന് വെറുതെ നേരം വിളിച്ചപ്പോ ഉമ്മർത്ത് വന്നിരുന്നിട്ട് പ്രാന്ത് പറഞ്ഞോണ്ടിരിക്കുകയാണ്. എനിക്ക് തലയ്ക്ക് സുഖമില്ല, പ്രാന്തിയാണെന്ന് പറഞ്ഞ് എവിടെയെങ്കിലും കൊണ്ട് ഇടണം. അതാ രണ്ടിന്റെ ഉദ്ദേശം. അതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി കേട്ടോടാ. പക്ഷേ അളിയാ, ജയവന്തിയുടെ ഈയിടെയായിട്ടുള്ള അമ്മയുടെ അടുത്തുള്ള പെരുമാറ്റം തീരെ ശരിയല്ല. അത് ഞാൻ പറയാം. നിന്റെ പെണ്ണുപിള്ളേക്ക് പട്ട മണ ഗുണാഞ്ചൻ. പിന്നെ അമ്മയുടെ വിത്തല്ലേ? എന്റെ വിത്ത് തന്നെ. പക്ഷെ നിന്നോട് ചേർന്നാടാ പുഴു കരിച്ചു പോയത്. എന്തോ പ്രശ്നം? ഒരു പ്രശ്നമില്ലാന്ന്. അവരിന്ന് രാവിലെ കല്യാണത്തിന് പോകുന്ന സമയത്ത് അമ്മയോട് അനുവാദം ചോദിച്ചില്ല. അതാണ് ഇന്നത്തെ വിഷയം. അത്രേ ഉള്ള വിഷയം, അത്രേ ഉള്ളു പ്രശ്നം. അതിപ്പോ ഞാൻ പരിഹരിച്ചു തരാം. ഞാനേ ഫോൺ എടുത്ത് വിളിച്ചിട്ട് അവരെ കൊണ്ടുവന്ന് അനുവാദം ചോദിപ്പിക്കാം. എങ്ങനെ? ഫോൺ വിളിച്ചിട്ടേ അമ്മ എടുത്തൊരു അനുവാദം ചോദിച്ചാൽ പ്രശ്നം തീരൂലേ? ദൈവമേ, എന്റെ കൊച്ചി ഇങ്ങനെ ഒരു പോങ്ങനെ കെട്ടിയതാണ് എന്റെ ഏറ്റവും വലിയ ശാപം. നല്ല കുടുംബത്തിൽ പോയി. അതിനിപ്പോ അമ്മയുടെ മോള് എന്റെ കുടുംബത്തിലോട്ടല്ലല്ലോ, ഞാൻ ഈ നല്ല കുടുംബത്തിലോട്ടല്ലേ വന്നത്. അന്ന് അമ്മയ്ക്ക് ഇവിടെ നിന്നൂടെ? അയ്യോ, എല്ലാ ചെലവും നടക്കുമല്ലേ. അനാഥാലയത്തിലോ അമ്പലത്തിലോ അല്ല സത്രത്തിലോ എവിടെയെങ്കിലും പോയി നിന്നോളാം. ഓ നന്നായി. ഈ മുതൽ അനാഥാലയത്തിൽ പോയി നിന്നാണ്ടല്ലോ അളിയാ. അവിടെയുള്ള അനാഥകൾ വീണ്ടും ഒന്നുകൂടെ അനാഥ, അവരെല്ലാം പെരുവഴിയിലും ആവും. ഇത് എന്തൊരു സാധനമാണ്. അതെ, ഇതിപ്പോ ആ പെണ്ണുങ്ങൾ വരണവരെ ഇന്ന് സ്വസ്ഥത ഉണ്ടാവൂല. നമുക്ക് ആ കുടുംബ കോടതിയിലെ ജഡ്ജിയെ വിളിച്ച് വരുത്തിയാലോ? അമ്മാവനെ അല്ലാതെ വിളിക്ക്, വരാൻ പറയും. ഒന്നുകൂടെ തണുപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ. എവിടെ ഇത് തണുക്കൂല, ഇത് എഞ്ചിന്, ഇത് പഴയ എഞ്ചിനാ. നീ വിളിക്ക, അമ്മാവനെ വിളിക്ക, അതാ നല്ലത്. എന്താടാ എന്താന്ന്? ഞാൻ ആ ജമന്ത്ര കുടുംബത്തിലെ കല്യാണത്തിന് പോകുന്നു. 9:30 മണിക്ക് താലികെട്ടാണ്. എനിക്ക് അവിടെ എത്തണ്ടേ? എന്താന്നുണ്ടായി? എന്താ പറയമ്മ, ഒന്ന് രാവിലെ മുതൽ വെറുതെ വന്നിരുന്നിട്ട് വഴക്കുണ്ടാക്കാൻ നിൽക്കണം. എടാ വയസ്സായ ആൾക്കാരില്ലേ, ഞാൻ പറഞ്ഞില്ല ഇന്ന് പെണ്ണുങ്ങൾ പുറത്തു പോയതല്ലേ, പിന്നെന്താ പ്രശ്നം ഉണ്ടായി? അതന്നെയാണ് പ്രശ്നം. അല്ല ഞാൻ ചോദിച്ചോട്ടെ, ഈ ലോകത്ത് വയസ്സായ വേറെ ആരും ഇല്ലേ അമ്മാവ? ഇത് എന്തൊരു അമ്മയാണിത്? പെണ്ണുങ്ങൾ പോയതിനിപ്പോ എന്തിനാ ദേഷ്യപ്പെടുന്നേ? പെണ്ണുങ്ങളെന്താ പറഞ്ഞില്ല അത്രേ. അതൊരു കാര്യല്ലേ? വയസ്സായ ആളെ ഒന്ന് വിളിച്ച് പറഞ്ഞാ എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടാവും നിങ്ങള്? അവർക്കത് പറഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു, അവര് പറഞ്ഞില്ല. അത് കഴിഞ്ഞു പോയില്ലേ, ഇനിയിപ്പോ പറയണ്ട എന്താ കാര്യം? എന്നിട്ട് എന്താ ചെയ്യുന്നത്? അതിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. വാതിലടച്ചിരിക്കുന്നു, വല്ല കടുങ്ങ. വയസ്സായോളം ഒറ്റയ്ക്കിരിക്കും. ഞാൻ എന്താ ഈ നേരത്ത് ഇവിടെ കിടന്ന് കരയുന്നത്? എങ്ങടെ ബാഗൊക്കെ ആയിട്ട്? ഞാൻ പോകാൻ തീരുമാനിച്ചു. എവിടേക്ക്? എവിടേക്കാ? ഞാൻ വല്ല അമ്പലത്തിന്റെ പരിസരത്ത് അങ്ങോട്ട് പോയി കിടന്നോളാന്ന് പറഞ്ഞില്ലേ. ഇന്നലെ സൗകര്യം ഉണ്ടെങ്കിൽ കൊണ്ട് വിട്ടാൽ മതി, അല്ലെങ്കിൽ അത് പറ. അങ്ങനെ വീട് വിട്ടു പോവാ എന്തുണ്ടായി ഇവിടെ? എന്തുണ്ടായ? എടാ 2 പെണ്ണുങ്ങൾ വന്ന് രാവിലെ ഇറങ്ങിപ്പോയി. അമ്മ ഞാൻ ഇങ്ങനെ പോകുന്നത് ഒരു വാക്ക് പറഞ്ഞിട്ട് പോണോ വേണ്ടേ? അവരിവിടെ ഒറ്റയ്ക്കിട്ട് പോയെന്നില്ലോ. കനകനും ക്ലീറ്റനും ഇവിടെ ആക്കിയിട്ടില്ലേ? എന്നെ കളകനും കിട്ടോ. കനകന്റെ കാര്യം എന്റെ അടുത്ത് പറയണ്ട. എനിക്ക് അച്ചിക്കോന്ത. എന്താ കുട്ടികളെ കുറിച്ച് വെറുതെ? അല്ല മറ്റോള് പോട്ടെ, അവള് എന്റെ മോള് തന്നെയാണ്. അവൾക്ക് എന്നോടൊരു വാക്ക് പറഞ്ഞിട്ട് പോയിക്കൊണ്ടിരുന്ന. ഇതിപ്പോ പറയാണ്ട പോയതാണോ പ്രശ്നം? അവരിങ്ങോട്ട് വരട്ടെ, നമുക്ക് സംസാരിച്ചൊരു തീരുമാനം ഉണ്ടാക്കണം. ഇങ്ങനത്തെ തീരുമാനം കുറെ നീ ഉണ്ടാക്കി. എല്ലാവരും എനിക്ക് കേൾക്കണ്ട. ഈ വാശി പിടിച്ച് പോവല്ലേ, അവര് വരട്ടെ, നമുക്ക് പോവും. ഏത് അമ്പലത്തിലേക്ക്? എന്താ ഈ പറയണത്? നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ആദ്യകാല അമ്പലത്തിലും കണ്ട് എന്നെ ഒന്നുകൊണ്ട് വിട്, അല്ലെങ്കിൽ പറ ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. കുറെ തീരുമാനം ചാടി ഓരോന്ന് ചെയ്യല്ല. ഞാൻ പറയട്ടെ, ഞാൻ ഉണ്ടല്ലോ ഇവിടെ. എന്റെ കൂടെ ചേച്ചി അവിടെ നിന്നത് ഞാൻ പറയട്ടെ. ഞാൻ അവരായിട്ട് സംസാരിക്കാൻ. എന്താ ചേച്ചി പോവാണെന്ന്? എവിടെ പോണ്? അതിനവിടെ മുഹൂർത്തം സദ്യയൊക്കെ കഴിഞ്ഞാണല്ലേ? എടാ അവിടേക്കല്ലാന്ന്, ഏതോ അമ്പലത്തിലേക്ക് പോവാണെന്ന്. ഇവിടെ ഇരിക്കണൊക്കെ നല്ല ഭജന ഇരിക്കാൻ പോവാന്നാ പറഞ്ഞു. എവിടേക്ക്? അമ്പലത്തെ തീർത്ഥാടനത്തിന് പോവാന്ന്. എന്തിനാ അവിടെ താമസിക്കുന്ന ചോദിക്കണേ? അമ്മയ്ക്ക് എന്താ പ്രാന്തണ്ടമ്മ?
ഉണ്ടാ ഈ ഒരു നിസ്സാര കേസിന്റെ മുകളിൽ വെറുതെ വഴക്കുണ്ടാക്കാൻ നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ? എന്തോന്ന് നിസ്സാരം? എടാ രാവിലെ 2 പെൺപിള്ളേർ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടിൽ നാദയുണ്ട്, അവരോടൊന്ന് പറഞ്ഞിട്ട് പോകണമെന്നുണ്ടോ ഇല്ലയോ? എനിക്ക് അത് അറിയാം. അത് ചേച്ചി പറഞ്ഞത് ശരിയല്ലേ? അവർക്ക് പോകുമ്പോ ഒന്ന് അമ്മേ ഞങ്ങൾ പോയിട്ട് വരാന്നൊന്ന് പറഞ്ഞ എന്താ കുഴപ്പം? അവര് പറയേണ്ടതായിരുന്നു, അവര് പറഞ്ഞില്ല. അവര് ക്ഷമിച്ചാ പോരെ? അങ്ങനെ ക്ഷമിക്കാൻ സൗകര്യമില്ല, കുറെ ക്ഷമിച്ചു. അതെ അമ്മ, അതെ അമ്മയ്ക്ക് ഞാൻ ഈ കല്യാണത്തിനും ഈ അമ്പലത്തിലും കിട്ടുന്നതിനേക്കാളും നല്ലൊരു ഉഗ്ര സദ്യ ഞാൻ ഇപ്പൊ മേടിച്ചു. എന്താടാ ഭക്ഷണം കിട്ടാണ്ട് കിടക്കാണ് എന്റെ ചേച്ചി? നിങ്ങൾ ആരും നോക്കിയില്ലെങ്കിലേ മരണം വരെ നോക്കാൻ എനിക്ക് കഴിയും. നിങ്ങളെ അങ്ങനെ എന്റെ ചേച്ചിനെ കൊച്ചാക്കാൻ നിൽക്കണ്ടാ. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പൊ അമ്മ ഇറങ്ങി പോവാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ എന്നാ ശരി പൊക്കെന്ന് പറഞ്ഞിട്ടിരിക്കണം അമ്മ. ആര് ഞാനാ? എങ്ങനെ ഇവിടെ ഇരിക്കടാ നിങ്ങളുടെ അടുത്ത്? അവനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമല്ല, അവൻ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. അത് ശരി, വയസ്സായ ഒരാൾ ഇവിടെ ഇരിക്കുമ്പോ പോരണോ ചോദിക്കല്ല. എന്നാ അമ്മേനെ കൊണ്ടുപോകാണ്ട് പോകുമ്പോ മിണ്ടാതിരിക്കുക. അമ്മാവാ അവര് പോയത് രാവിലെ 5 മണിക്ക്. 5 മണിക്ക് അമ്മ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നു. അവിടെ ചെന്ന് അമ്മയെ വിളിച്ചോടത്തി അമ്മ ഞങ്ങൾ പോണെന്ന് പറഞ്ഞാൽ അമ്മ ദേഷ്യപ്പെടും. എന്തിനാ എന്നെ വിളിച്ചോടത്തി എന്ന് ചോദിക്കില്ലേ? ദിവസം എന്നോട് പല സമയത്ത് വന്ന് വിളിച്ചിരിക്കുന്നത് ഞാൻ ഉറങ്ങി കിടങ്ങും. അമ്മ അത് എന്റെ അമ്മ ഇത് എന്ന് വന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ന്യായീകരിക്കരുത് അവരെ കേട്ടാ. ഇതാണ് ഇവന്മാരുടെ സ്വഭാവം. ഞങ്ങളിതിൽ ന്യായീകരണം നടത്തിയിട്ടില്ലെന്ന്. ഇതിപ്പോ ഇതിന് തെറ്റിപ്പോവാൻ മാത്രമുള്ള ഒരു വലിയ വിഷയം വീട്ടിനകത്ത് ഉണ്ടായിട്ടില്ല. നിങ്ങൾ ആരും ഒന്നും പറയണ്ട, ഞാൻ പോകാൻ തീരുമാനിച്ചു. നീ എന്നെ കൊണ്ടാക്കുക അല്ലെങ്കിൽ ഞാൻ എന്താ പോണ? അല്ല ഒരു കാര്യം ചെയ്യും. അല്ല നിൽക്കട്ടെ, ഞാൻ കാര്യം പറയട്ടെ. ഏതായാലും അമ്മ പോകാൻ തീരുമാനിച്ചല്ലേ, ഇനി മക്കളായിട്ട് തടഞ്ഞു എന്നുള്ള പരാതി വേണ്ട. അമ്മ ഒരു കാര്യം ചെയ്യും, പൊക്കോ. ഞാനൊരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് വരാം. എങ്ങനെയുണ്ട് എങ്ങനെയുള്ള യുവമാരെ മനസ്സിരിപ്പ്? ഇപ്പൊ മനസ്സിലായ എന്നെ ഇവിടെ ഇറക്കി വിടണം. അവളുമാരുടെ ദുർബോധനയാണത്. നിങ്ങൾ ഈ പറഞ്ഞത് എന്താ? ചേച്ചി അങ്ങോട്ട് ഇറങ്ങി പോണെന്നാ പറഞ്ഞത്? എന്റെ ചേച്ചിയോട് ഇവിടെ ഇറങ്ങി പോകാൻ പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? അയ്യോ അമ്മക്ക് പോണെന്ന് പറഞ്ഞാൽ നമ്മളെ തടഞ്ഞത് അനുസരണക്കേടാവൂലേ? അമ്മ അങ്ങനെ വയസ്സുകാലത്ത് പോകാൻ പറയുമ്പോ അവിടെ ഇറങ്ങി പോകാൻ പറഞ്ഞു കയ്യൊഴിയിലെ പണി. എന്ത് ചെയ്യണമെന്ന്? അത് ശരി, നിങ്ങൾക്കൊക്കെ പെണ്ണും കുട്ടികളും കുടുംബമായി കഴിഞ്ഞപ്പോ അമ്മ വേണ്ട. ഈ വീട്ടിൽ നിന്ന് എന്റെ ചേച്ചി ഇറങ്ങി പോകുമ്പോ നിങ്ങൾ പൊയ്ക്കോന്നാ പറയണ്ട്. പോണ്ടമ്മേ എന്ന് പറയണ്ടേ? പോണ്ടമ്മേ എന്നല്ലേ പറഞ്ഞത്? ഇനിയും പറയണം പോണ്ടാന്ന്. അതെ, ഒരു കാര്യം ഞാൻ പറയാലോ, ഇവിടെ ഒരു തീരുമാനം ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല. ഞാനും കല്യാണത്തിന് പോയിരുന്നതാ. ചേച്ചി ഇവിടെ നിൽക്കണമെന്ന് അറിഞ്ഞോണ്ടപ്പോ ഞാൻ പോവാണ്ടിരിക്കണേ. ആ സ്നേഹം നിങ്ങളുടെ ഭാര്യമാർക്കും തന്നെയാണ്. ഇവന്റെ ഭാര്യ പോട്ടെ, എന്റെ ഭാര്യ ഈ ചേച്ചി പ്രസവിച്ചല്ലേ, അവൾക്ക് പോകുമ്പോ ഒരു വാക്ക് പറയാറുണ്ടോ? ഇവിടെ ഒറ്റയ്ക്കിട്ട് പോവാന്ന് പറഞ്ഞാൽ എന്റെ അമ്മ ഇതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ? കഴിഞ്ഞു പോയ കാര്യത്തിന് തന്നെയാണ് ഈ വിഷമം വരുന്നത്. അമ്മ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഒരു കണക്കിനാണ് എന്റെ കുടുംബജീവിതം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കണം. ഇനി അവിടെ കുഴപ്പമുണ്ടാക്കാൻ വന്നെങ്കിൽ കേട്ടോ. എവിടെ കുഴപ്പമുണ്ടാക്കത്ത്? എന്റെ കുടുംബം ഈ കുടുംബത്താണ് ഇതൊക്കെ നടക്കുന്നത്. അല്ല അമ്മ മാത്രമല്ല ആങ്ങളെയാണെന്നുണ്ടെങ്കിൽ അമ്മാവന് രാവിലെ വന്ന് അമ്മയെ കുളിപ്പിച്ച് ഒരുക്കി കല്യാണത്തിന് കൊണ്ടുപോകൂടെ? പറ്റും, നാളെ മുതലായി ചെയ്യാം. പക്ഷെ നിങ്ങൾ ഇവിടെ പാടില്ല. നിങ്ങൾക്ക് എന്താ അങ്ങനെയാണെങ്കിൽ ഇവിടെ താമസിക്കേണ്ട അവകാശം? എന്തൊക്കെ ഒരു കാര്യം ഞാൻ പറയാം, ഭാര്യമാരുടെ വാക്കും കേട്ടിട്ട് നിങ്ങളുടെ തോന്നിയാസം ചെയ്യാനാണെങ്കിൽ ഈ വീട്ടിൽ അത് പറ്റില്ല. ഇനി അമ്മ പറയുന്നത് കേട്ടിട്ട് ഭാര്യമാരെ അനുസരിപ്പിച്ച് ജീവിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇവിടെ ജീവിച്ചാൽ മതി. ഇല്ലെങ്കിലേ ഇവിടെ ആരും വേണ്ട. കടക്ക് പുറത്ത്. ചേച്ചിയെ നടക്കാൻ കൊണ്ട്. പിന്നെ അതെ, എന്റെ അളിയൻ ഈ അവിൽദാരുണ്ടായിരുന്നപ്പോ എന്റെ ചേച്ചീനെ കണ്ണേ തേനെ കരളേന്ന് പറഞ്ഞാ വളർത്തിയത്. ആ ചേച്ചീനെ നിങ്ങൾ കണ്ണീര് കുടിപ്പിക്കുന്നത്. ചേച്ചിയെ ഇതിനൊരു തീരുമാനം ഇല്ലാണ്ട് ഇനി ഇവിടെ അകത്ത് കയറില്ല. ചേച്ചി അകത്ത് പോവാ. പെൺകൊന്തുമാര് പുറത്തു പോടാ. എന്താടാ നോക്കിക്കണ്? പോടാ. പൊന്നളിയാ, ഏത് സമയത്തും നിനക്ക് ഇതിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ തോന്നിയ വല്ല കാര്യമുള്ള ഇതിന് എന്തിനാ ഇവിടെ വന്നത്? എങ്ങനെയെങ്കിലും അമ്മയൊന്ന് തണുപ്പിച്ച് സമാധാനിപ്പിക്കുക. നല്ല കഷിയല്ല കേട്ടോ. ഈ പിശാചിന് ഭ്രാന്താണോ? എനിക്കറിയില്ല. ഉടനെ അവിൽദാരനെ കൂടെ കൂട്ടുപിടിച്ചു. അപ്പൊ അമ്മയ്ക്ക് കുറെ കൂടെ ഇതായി. അതെ, ഇതിനിപ്പോ എപ്പോ പോവും? ഇതിവിടെ നിന്ന കുഴപ്പമൊന്നുമില്ല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി ഒരു മാർഗമേ ഉള്ളൂ. ഇല്ല, അല്ല ഒറ്റ മാർഗമുള്ളൂ. ഉടുപ്പിച്ചാണ് കിടത്തുക. ഉടുപ്പിച്ച് ഇവിടെ കിടന്നാലേ ശരിയാവൂല. ഇവിടെ കിടന്ന് അത് ഇതും പറയും. അല്ല അവരെന്ത് ചെയ്യും? ഇതിനിപ്പോ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഇത് ഒരു തീരുമാനം ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ? സ്ഥാനം ഏർപ്പാട് ചെയ്യട്ടെ. ആരോട് പറഞ്ഞു? അല്ല പൈസ അളിയാൻ കൊടുക്കൂലേ? പൈസ ഇതിനെ ഒഴിപ്പിച്ചില്ലെങ്കിൽ ഇത് വലിയ തലവേദനയാവും. കുറെ നാളായിട്ട് ഞാൻ സഹിച്ചോണ്ട് നടക്കണ്ട. എത്ര നാളെന്നും പറഞ്ഞാടാ സഹിക്കുന്നത് ഒന്നമാര്. അല്ല ചേച്ചി പറഞ്ഞതാണ് അതിന്റെ കാര്യം. അല്ല അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. ഞാനിത് പറഞ്ഞ പോലെ വേണ്ട വെച്ചിട്ടിരിക്കാം. കാശില്ലാതെ പോകുന്ന വേണം. എന്നെ കണ്ടുകൂടാ. ഇനി കൊടുക്കണ്ടെന്നേ, ഇനി ഒരു തീരുമാനം ഇല്ലാണ്ട് വേണ്ട. കൊടുക്കുന്നില്ല. എടാ രാവിലത്തെ അവര് കഴിച്ചതുപോലെ ഒന്നും ചെയ്യാതെ ഇറങ്ങിപ്പോയിരിക്കുന്ന എല്ലാം അവിടെ അലങ്കോലായിട്ട് വാരിയിട്ടിട്ടാ പോയത്. എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ അഹങ്കാരി. അല്ല എന്താ, ഒരു വയസ്സായ സ്ത്രീയാണ് ഇവിടെ ഇരിക്കുന്നത്. അതിന് എന്തെങ്കിലും കഞ്ഞിയും വെള്ളം വെച്ചിട്ട് പോകണമെന്നൊരു തീരുമാനം വേണ്ടേ? അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞു ചെയ്യിക്കണ്ടേ? എന്നാ ചേച്ചി ഇവിടെ ഇരിക്കും. പാത്രം ഒന്നും മോറിയിട്ടില്ല എന്നല്ലേ പറഞ്ഞു. ഞാൻ ഹോട്ടലിൽ പോയി എന്തെങ്കിലും മേടിച്ചിട്ട് വരാം.
എന്നെ കൊണ്ട് പറ്റത്തില്ലടാ, എനിക്ക് ഇഷ്ടമല്ല അത്, വേണ്ട. ഹോട്ടൽ ഭക്ഷണം വേണ്ടെങ്കിൽ പിന്നെ ഇപ്പം നമുക്ക് രണ്ടാൾക്ക് കൂടി എന്തെങ്കിലും വെച്ചുണ്ടാക്കി കഴിച്ചാലോ? നമ്മള് ചെറുപ്പത്തിൽ ഈ ഭക്ഷണമൊക്കെ വെച്ച് തിന്ന് ഓർമ്മ അത് മതിയടാ, നമുക്ക് രണ്ടുപേർക്ക് മതിയല്ലോ. തുള്ളി വെള്ളം കൊടുത്തേക്കരുത്. ഇല്ല, കാര്യം അറിയാണ്ട് രണ്ടിനും ഈ അകത്ത് കയറ്റുന്ന പരിപാടിയില്ല.